എക്സാമിനർ ഫാമിലി നമ്മുടെ കീം എക്സാം എഴുതുന്ന മക്കൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് സാറും മിസ്സും എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് കീം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം. നമ്മുടെ ചാനലിൽ മക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും കീം എക്സാമിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ബോൾ പെന്ന്, അതുപോലെ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലാൻ. അപ്പൊ ഒരു എക്സാം ഇപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഇവർ എഴുതാൻ, കാരണം ഇവർ ബോർഡ് എക്സാം എഴുതി പരിചയമുള്ള കുട്ടികളാണ്. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കമ്പ്യൂട്ടറിലാണ് എക്സാം. പിന്നെ ടൈം മാനേജ്മെന്റ് ഒക്കെ ഇവർക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ അറ്റൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവർക്ക് ഒരുപാട് ടെൻഷൻസും ഒരുപാട് സംശയങ്ങളെല്ലാം ഉണ്ടാവും ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച്. ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്താണ് സൊല്യൂഷൻ? കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ തന്നെയാണ് മക്കൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ബാച്ചിലെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് മോക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് വേണ്ടി പറയുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടുന്നില്ല, എക്സാം മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മളൊരു പ്രോപ്പർ സൊല്യൂഷൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്താണ് സൊല്യൂഷൻ മിസ്? അപ്പോൾ നമ്മുടെ കീം എക്സാം എഴുതുന്ന കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഒരുക്കുന്നു ഒരു കംപ്ലീറ്റ്ലി ഫ്രീ മോക്ക് ടെസ്റ്റ്. അത് നടത്തുന്നത് ഏതാണ് ഡേറ്റ്? ഏപ്രിൽ 22-നായിരിക്കും നമ്മുടെ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടാവുക. അപ്പൊ അതിന് വേണ്ടി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് എക്സാം എഴുതുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ഗൂഗിൾ ഫോമിന് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിൽ ഒരു ഫോൺ നമ്പർ നിങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതേ ഫോൺ നമ്പർ തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം എഴുതാനുള്ള കാര്യം ഓർക്കാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇത് എങ്ങനെയാണ് എക്സാം ഒക്കെ എഴുതാൻ പോകണമെന്നുള്ളത് നമ്മൾ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.